പത്മനാഭന്റെ മണ്ണിൽ വീണ്ടും കൗമാര കലോത്സവത്തിന്റെ ചിലങ്കനാദം ഉയരുകയാണ്. ജനുവരി 4 മുതൽ 8 വരെയാണ് സംസ്ഥാന കലോത്സവം. 25 വേദികളായിട്ടാണ് 63ാമത് കലോത്സവം നടക്കുക. ഭാരതപ്പുഴ, പെരിയാർ, പമ്പയാർ മുതൽ കല്ലായിപ്പുഴയും കടന്ന് ചിറ്റാരിപ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന വേദികൾ. ഹാസ്യം നിറഞ്ഞ പ്രകടനം മുതൽ സമകാലിക വിഷയം വരെ ചർച്ചയാകുന്ന കലോത്സവ വേദി. തിരുവാതിര, ഒപ്പന, നാടകം, സംഘനൃത്തം, ചെണ്ടമേളം, ഗോത്രവിഭാഗങ്ങളുടെ പാട്ടുകൾ, അങ്ങനെ ഓരോന്നിനുമുണ്ട് പ്രത്യേക ആരാധകർ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി എ ഗ്രേഡുമായി തലസ്ഥാനത്ത് നിന്നും മടങ്ങാനായിരിക്കും ഓരോ മത്സരാർത്ഥിയും എത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. ജനുവരി 4 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് കലാമാമാങ്കത്തിന് കൊടിയേറുക. പിന്നീടുള്ള 4 ദിനങ്ങൾ കലാപൂരത്തിലാകും തലസ്ഥാനം. കൗമാരക്കാരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം. മാമാങ്കത്തിന്റെ വരവറിയിക്കുന്ന രചനകൾ തലസ്ഥാനത്ത് തുടങ്ങി. പതിവ് തെറ്റിക്കാതെ കലാമേളയ്ക്കെത്തുന്നവർക്ക് ഇത്തവണയും ഭക്ഷണം ഒരുക്കുന്നത് പഴയിടം മോഹനം തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കഴിഞ്ഞ തവണ കണ്ണൂർ സ്വന്തമാക്കിയ കപ്പ് ഇത്തവണ 6 ഉയർത്തുമെന്ന് ജനുവരി 8 കൗമാരക്കാരുടെ പൂരത്തിന് വീണ്ടും തിരുവനന്തപുരം ആതിഥേയത്വം വഹിക്കുമ്പോൾ ഇനിയുള്ള 10 നാൾ കഴിഞ്ഞാൽ പൂര ലഹരിയിലാകും തലസ്ഥാനം. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.